ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Hello, now it's a time to learn the usage of should. We have already learned about can, could, would like to, etc. Isn't it? So today's class is about should. എനിക്ക് ചെയ്യാൻ കഴിയും, കഴിഞ്ഞിരുന്നു, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാൻ അത് നമ്മൾ പഠിച്ചു അല്ലെ? ക്യാൻ, കുഡ്, വുഡ് ലൈക്ക് ടു ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പഠിച്ചിരുന്നത്. നൗ ഷുഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എന്തായാലും നിർബന്ധമായിട്ടും അത് ചെയ്യണം, നിങ്ങളും അത് ചെയ്യണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഡു ദാറ്റ്. യു ഷുഡ് മീറ്റ് യുവർ ക്ലാസ് ടീച്ചർ. നിർബന്ധമായിട്ടും എന്തായാലും ക്ലാസ് ടീച്ചറെ കാണണം. ഹി ഷുഡ് ബൈ എ ന്യൂ ഡ്രസ് ഫോർ ദ പാർട്ടി. പാർട്ടിക്ക് വേണ്ടിയിട്ട് അവൻ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കണം. ഐ ഷുഡ് കം വിത്ത് യു. ഞാൻ എന്തായാലും നിന്റെ കൂടെ വരണം. അതായത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഷുഡ് എന്ന് പറയുന്ന വേർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഷുഡ് യൂസ് ചെയ്തിട്ട് കുറച്ച് സെന്റൻസസ് പ്രിപ്പയർ ചെയ്യാം. ഹിയർ ലിസൺ ദാറ്റ് ഐ, യു, ദേ, വി, ഹി, ഷീ, എവ്രിബഡി, ജോൺ. ഇതിനൊക്കെ കൂടെ നമ്മൾ ഷുഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, നോ ചേഞ്ചസ് ദർ. ദ ഫസ്റ്റ് സെന്റൻസ്, ഐ ഷുഡ് ഗോ ദേർ. ഐ ഷുഡ് ഗോ ദേർ. ഞാൻ അവിടെ പോകണം. യു ഷുഡ് ഗോ ദേർ. യു ഷുഡ് ഗോ ദേർ. നീ അവിടെ പോകണം. ദേ ഷുഡ് ഗോ ദേർ. അവര് അവിടെ പോകണം. വി ഷുഡ് ഗോ ദേർ. വി ഷുഡ് ഗോ ദേർ. നമ്മൾ അവിടെ പോകണം. ഹി ഷുഡ് ഗോ ദേർ. ഹി ഷുഡ് ഗോ ദേർ. അവൻ അവിടെ പോകണം. ഷീ ഷുഡ് ഗോ ദേർ. ഷീ ഷുഡ് ഗോ ദേർ. അവൾ അവിടെ പോകണം. എവ്രിബഡി ഷുഡ് ഗോ ദേർ. എവ്രിബഡി ഷുഡ് ഗോ ദേർ. എല്ലാവരും അവിടെ പോകണം. ജോൺ ഷുഡ് ഗോ ദേർ. ജോൺ ഷുഡ് ഗോ ദേർ. ജോൺ അവിടെ പോകണം. ക്ലിയർ? നൗ വാട്ട് ഇസ് ദ നെഗറ്റീവ് ഓഫ് ഷുഡ്? ഷുഡ് നോട്ട്. ഓക്കെ, ഷുഡ് നോട്ട് ആണ് ഷുഡിന്റെ നെഗറ്റീവ്. ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെയാ പറയാ? ഷുഡന്റ്. അവിടെ പോകണം എന്നുള്ളത് നമ്മൾ ഷുഡ്, യു ഷുഡ് ഗോ ദേർ, ഹി ഷുഡ് ഗോ ദേർ എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ പോകണ്ട എന്ന് പറയാനാണ് ഷുഡ് നോട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാ പറയാ? യു ഷുഡൻ ഗോ ദേർ. ഹി ഷുഡൻ ഗോ ദേർ. വി ഷുഡൻ ഗോ ദേർ. ദേ ഷുഡൻ ഗോ ദേർ. ഓക്കെ, ഷുഡിന്റെ നെഗറ്റീവ് എന്താണ്? ഷുഡന്റ്. ക്ലിയർ? അപ്പോൾ നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് പറയുന്നത് എങ്കിൽ എങ്ങനെയാ പറയുന്നത്? ഷുഡന്റ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. ഓക്കെ, നീ പ്രിൻസിപ്പാളിനെ കാണേണ്ടതില്ല, നീ പ്രിൻസിപ്പാളിനെ കാണരുത് എന്നാണ് പറയുന്നത്. എങ്ങനെയാ പറയാ? യു ഷുഡൻ മീറ്റ് ദ പ്രിൻസിപ്പൾ. യു ഷുഡൻ മീറ്റ് ദ പ്രിൻസിപ്പൾ. നീ പാർട്ടിക്ക് വരേണ്ടതില്ല. യു ഷുഡൻ കം ഫോർ ദ പാർട്ടി. യു ഷുഡൻ കം ഫോർ ദ പാർട്ടി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് മേക്ക് ദി ക്വസ്റ്റ്യൻസ് വിത്ത് ഷുഡ്. അതായത് ചെയ്യണോ, ഞാൻ അത് ചെയ്യണോ, ഞാൻ പ്രിൻസിപ്പാളിനെ കാണേണ്ടതുണ്ടോ? ഷുഡ് ഐ മീറ്റ് ദ പ്രിൻസിപ്പാൾ. അവൻ പ്രിൻസിപ്പാളിനെ കാണേണ്ടതുണ്ടോ? ഷുഡ് ഹി മീറ്റ് ദ പ്രിൻസിപ്പാൾ. മീറ്റ് ആണ് അല്ലെ? ഫസ്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, V1 ഫോം ആണ്. മീറ്റ് ആണ് പറഞ്ഞത്. ഷുഡ് ഹി മീറ്റ് ദ പ്രിൻസിപ്പാൾ. ഷുഡ് ഐ മീറ്റ് ദ പ്രിൻസിപ്പാൾ. അപ്പം ഷുഡ് ഐ കഴിഞ്ഞിട്ട് വേർബ് 1 ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? ഷുഡ് ഐ. Again, should I. Okay, so we'll prepare the questions using should. The first one, should I go there? Should I go there? ഞാൻ അവിടെ പോകണോ? Next one, should you go there? Should you go there? നീ അവിടെ പോകണോ? Third one, should they go there? Should they go there? അവർ അവിടെ പോകണോ? Should we go there? Should we go there? നമ്മൾ അവിടെ പോകണോ? Next one, should he go there? Should he go there? അവൻ അവിടെ പോകണോ? Next one, should she go there? Should she go there? അവൾ അവിടെ പോകണോ? Next one, should everybody go there? Should everybody go there? എല്ലാവരും അവിടെ പോകണോ? The last one, should John go there? Should John go there? John അവിടെ പോകണോ? Okay, now we'll make WH questions using should. We can use should with
where, why, who, which, when, how, what, ഇതിനൊക്കെ കൂടെ ഷുഡ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആവും. വിൽ ഹാവ് എ ലുക്ക് ഇൻ ടു ദ എക്സാമ്പിൾസ്. ചെക്ക് ദ ഫസ്റ്റ് വൺ. വേർ ഷുഡ് ഐ പാർക്ക് മൈ കാർ? വേർ ഷുഡ് ഐ പാർക്ക് മൈ കാർ? എന്റെ കാർ ഞാൻ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഒരാളോട് അഭിപ്രായത്തോടുകൂടി ചോദിക്കുകയാണ്, ഞാൻ ഇവിടെയാണോ പാർക്ക് ചെയ്യേണ്ടത്, ചെയ്യണോ, ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. വേർ ഷുഡ് ഐ പാർക്ക് മൈ കാർ? വേർ ഷുഡ് ഐ പാർക്ക് മൈ കാർ? എന്റെ കാർ ഞാൻ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിച്ചേ. വൈ ഷുഡ് എ പേഴ്സൺ ഗോ ടു കോളേജ്? ഒരാളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഒരാൾ കോളേജിൽ പോകേണ്ടത്? വൈ ഷുഡ് എ പേഴ്സൺ ഗോ ടു കോളേജ്? തേർഡ് വൺ. ഹു ഷുഡ് ഷീ കോൾ? ഹു ഷുഡ് ഷീ കോൾ? അവൾ ആരെയാണ് വിളിക്കേണ്ടത്? നമ്മളൊരു അഭിപ്രായം നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഇതിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഷുഡ് എന്ന് പറയുന്നത് ചെയ്യണം, ചെയ്യണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഉപയോഗിക്കുന്നത് അല്ലെ. അതേപോലെയാണ് ഹു ഷുഡ് ഷീ കോൾ? അവൾ ആരെയാണ് വിളിക്കേണ്ടത്? നെക്സ്റ്റ് വൺ. വിച്ച് കാർ ഷുഡ് ദേ ബൈ? വിച്ച് കാർ ഷുഡ് ദേ ബൈ? അവർ ഏത് കാറാണ് വാങ്ങേണ്ടത്? അവിടെയും ഒരു അഭിപ്രായമാണ് അല്ലെ. നെക്സ്റ്റ് വൺ. വെൻ ഷുഡ് വി ലീവ്? വെൻ ഷുഡ് വി ലീവ്? നമ്മൾ എപ്പോഴാണ് പോകേണ്ടത്? നെക്സ്റ്റ് വൺ. ഹൗ മച്ച് ഷുഡ് ഐ പേ ഫോർ ദ ട്രിപ്പ്? ഹൗ മച്ച് ഷുഡ് ഐ പേ ഫോർ ദ ട്രിപ്പ്? ട്രിപ്പ് പോവാൻ ഞാൻ എത്രയാണ് പൈസ തരേണ്ടത് എന്നാണ് ചോദിച്ചത് അല്ലെ. യാത്രയ്ക്ക് ഞാൻ എത്ര പണം നൽകണം? ദ ലാസ്റ്റ് വൺ. വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. വാട്ട് ഷുഡ് ഐ ഡു? ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്ലിയർ? ഓക്കെ, നൗ വിൽ ഡു അവർ ട്രാൻസ്ലേഷൻ ടാസ്ക്. Today's translation task is here. The first sentence. തണുത്ത കാലാവസ്ഥയിൽ അവർ കോട്ട് ധരിക്കേണ്ടതല്ലേ? Shouldn't they wear coats in cold weather? അവിടെ ശ്രദ്ധിച്ചില്ലേ, shouldn't ആണ്. ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഷുഡിന്റ്. നമ്മൾ നേരത്തെ പഠിച്ച നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോൾ ഷുഡിന്റ് ആണെന്ന് പറയാ അല്ലെ. യു ഷുഡിന്റ് ഡു ദാറ്റ്, യു ഷുഡിന്റ് ഗോ ദർ. ഇപ്പൊ ചെയ്യേണ്ടതുണ്ടോ, ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ, ചെയ്യണോ എന്ന് ചോദിക്കാൻ ഷുഡാണ്, ചെയ്യണ്ടേ എന്ന് ചോദിക്കാനാണ് ഷുഡിന്റ് ഉപയോഗിക്കുന്നത്. ധരിക്കേണ്ടതല്ലേ എന്നാണ് ചോദിച്ചത്, അതെങ്ങനെയാണ്? ഷുഡിന്റ് ദേ വെയർ കോട്ട്സ് ഇൻ കോൾഡ് വെദർ. ഓക്കെ. ദി സെക്കൻഡ് സെന്റൻസ്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കണം? വൈ ഷുഡ് യു ലേൺ എ ന്യൂ ലാംഗ്വേജ്? വൈ ഷുഡ് യു ലേൺ എ ന്യൂ ലാംഗ്വേജ്? തേർഡ് വൺ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ അവഗണിക്കരുത്. യു ഷുഡന്റ് നെഗ്ലക്റ്റ് യുവർ ഹെൽത്ത്. യു ഷുഡന്റ് നെഗ്ലക്റ്റ് യുവർ ഹെൽത്ത്. ഫോർത്ത് വൺ. മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹനം എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? എൻകറേജ് ആണ്. ഓക്കെ. പാരന്റ്സ് ഷുഡ് എൻകറേജ് ദെയർ children. Parents should encourage their children. Fifth one. പ്രിയ ആ ഇമെയിലിന് ഇപ്പോഴോ പിന്നീടോ മറുപടി നൽകണോ? ഇപ്പോഴാണോ പിന്നെയാണോ പ്രിയ ആ ഇമെയിലിന് മറുപടി നൽകേണ്ടത്? അതാണ് ചോദിച്ചത് അല്ലെ. അതെങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഷുഡ് പ്രിയ റിപ്ലൈ ടു ദാറ്റ് ഇമെയിൽ നൗ ഓർ ലേറ്റർ? ഷുഡ് പ്രിയ റിപ്ലൈ ടു ദാറ്റ് ഇമെയിൽ നൗ ഓർ later. Okay. The next one. ഡ്രൈവർമാർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. Drivers should follow traffic rules. Drivers should follow traffic rules. Seventh one. തെറ്റിദ്ധാരണകൾ അവൾ വ്യക്തമാക്കേണ്ടതല്ലേ? Shouldn't she clarify misunderstandings? Shouldn't she clarify misunderstandings? Eighth one. ഇന്ന് രാത്രി ഞാൻ അത്താഴം പാചകം ചെയ്യണോ അതോ ഓർഡർ ചെയ്യണോ? Should I cook dinner tonight or order it in? Should I cook dinner tonight or order it? Ninth one. നന്ദി പ്രകടിപ്പിക്കാൻ മറക്കരുത്. Don't forget to express gratitude. Don't forget to express gratitude. The last one. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ കായിക രംഗത്ത് സജീവമായി പങ്കെടുക്കണം? Why should students actively participate in sports? Why should students actively participate in sports? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.